ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് പാർട്ടാണിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ ആപ്പിൽ ഈ PDF അവൈലബിൾ ആയിരിക്കും. അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആപ്പിൽ എന്താണ് ഇതിൻ്റെ PDF നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, ഇതിന് മുമ്പ് നമുക്ക് രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ വെറും കറണ്ട് അഫയേഴ്സ് മാത്രമല്ല കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ കൂടിയാണ് നമ്മൾ ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെല്ലാവരും വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ അല്ലേ, നമ്മൾ ഒരിടയ്ക്കല്ലേ നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസൊക്കെ ഒക്കെ ആക്കി വെച്ചൊരു ആളായിരുന്നു അല്ലേ. ആരായിരുന്നു? നമ്മുടെ ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. എന്താണ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ അല്ലെങ്കിൽ യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യനായി മാറിയ നമ്മുടെ ഗുഗേഷ്, നമ്മുടെ ഇന്ത്യക്കാരനായ തമിഴ്നാട്ടുകാരനായ ഗുഗേഷ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡി ഗുഗേഷ് ഹാസ് ബിക്കം ദ 18th വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, 18ാമത്തെ ഫൈഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ് വോൺ ചെയ്തത്? അത് ഡി ഗുഗേഷ് ആണ് വോൺ ചെയ്തത്. അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ട്? 18 year old. ഓക്കെ, വെറും 18 വയസ്സ് മാത്രമാണിത് അദ്ദേഹത്തിന് പ്രായം എന്ന് പറയുന്നത്. 18 years old ആണിത് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. ഇനി ഡിഫീറ്റഡ്, ആരെയാണ് ഡിഫീറ്റ് ചോദിക്കാം. മേ ബി എന്താണ് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ എന്താണ് ആരാണ് യങ്ങസ്റ്റ് ചാമ്പ്യൻ അല്ലെങ്കിൽ ചെസ് ചാമ്പ്യൻ എന്നൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാം. പക്ഷേ വേറൊരു പറയുവാണെങ്കിൽ എന്താണ് ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. ഓക്കെ, ആരാണ്? ഡിങ് ലിറിനെയാണത് അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. യങ്ങസ്റ്റ് ചാമ്പ്യൻ ആട്ടോ, വെറും ചാമ്പ്യൻ അല്ല, യങ്ങസ്റ്റ് ചാമ്പ്യൻ ആണെന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. അതുപോലെ എന്താണ് ആരാണ് ഡിഫീറ്റഡ് ഡിങ് ലിറൻ. അതുപോലെ എന്താണ് നമ്മൾ 18 year old 18 വയസ്സ് മാത്രമാണ് പ്രായമെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറന്റ് എത്ര ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്? ഓക്കെ, എക്സ്ട്രാ ആയിട്ട് നമുക്ക് കറന്റ് 85. ഓക്കെ, 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് നമുക്ക് ഇന്ത്യ നിലവിലുള്ളത്. 85ാമത് പി ശ്യാം നിഖിലാണ്. ഓക്കെ, പി ശ്യാം നിഖിൽ. ഓക്കെ, പി ശ്യാം നിഖിലാണിത് നമ്മുടെ 85ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി അങ്ങനെ ചോദിക്കാം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഒക്കെ പേര് ഇടയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക. 85ാമത്തെ പി ശ്യാം നിഖിലാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക. നമ്മൾ ഒന്നാമത്തെ ആരാണെന്ന്? ഒന്നാമത്തെ നമ്മുടെ വിശ്വനാഥൻ ആനന്ദായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് കുറച്ച് ഇൻഡെക്സുകളാണ് അല്ലേ. നമ്മുടെ ഇൻഡെക്സുകൾ റാങ്കിങ് ഒക്കെ എന്താണ് ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ ചോദിക്കാറുണ്ട്. രണ്ട് തരത്തിലാണ് ചോദിക്കാറ്. ഒന്ന് ടോപ്പായിട്ട് ഏതൊരു ഇൻഡെക്സ് എടുത്താലും അതിനകത്ത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഏത് രാജ്യമാണെന്ന് ചോദിക്കും. രണ്ടാമത് ഇന്ത്യയുടെ റാങ്ക് എന്താണ്? കുറച്ചും കൂടെ കൂടുതൽ സാധ്യത കൂടുതൽ എന്താണ് ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ് എന്ന് ചോദിക്കുന്നതാണ് കുറച്ചും കൂടെ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്. ഓക്കെ, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ എന്താണ് ടോപ്പ് ആയതാരാണ്? അത് സിംഗപ്പൂരാണിത്. ഈ ഒരു എന്താണ് ഇൻഡെക്സിൽ ടോപ്പ് റാങ്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഏത് ടോപ്പായ രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ടോപ്പായത് സിംഗപ്പൂരാണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ റാങ്ക് 38 ആട്ടോ, 38. ഓക്കെ, 38 ആണിത്. ഓക്കെ, 38 ആണിത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആരാണ് ഈ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് വേൾഡ് ബാങ്ക് ആണിത് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ആരാണ്? വേൾഡ് ബാങ്ക്. ഓക്കെ, വേൾഡ് ബാങ്ക് ആണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സിംഗപ്പൂർ ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് വന്നത് ഏതാണ്? അത് ഫിൻലാൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ എന്നാലും എന്താണ് ഒന്ന് പഠിച്ചു നോക്കുക. സെക്കൻഡ് വന്ന് ഫിൻലാൻഡ് ആണ്. ടോട്ടൽ 139 കൺട്രീസിൻ്റെ എന്താണ് ഡേറ്റാസ് വൈസ് ആണ് നമ്മൾ ഇന്ത്യക്ക് 38ാമത്തെ റാങ്ക് ലഭിച്ചത്. പ്രത്യേകം നോട്ട് ചെയ്യുക, 38th റാങ്ക്. ഓക്കെ, നോക്കാം. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്. ഓക്കെ, ആർക്കാണ്? ടോപ്പ് സിംഗപ്പൂർ. വേൾഡ് ബാങ്ക് ആണ് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ റാങ്ക് 38 ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഇൻഡെക്സ് ആണത് ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് ആരാണ്? ലക്ഷംബോർഗ് ആണത് ടോപ്പായി മാറിയ കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, ലക്ഷംബോർഗ് ടോപ്പ് കൺട്രിയായി മാറി. അതുപോലെ ഇന്ത്യ റാങ്ക് എത്രയാണ്? 176 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. 176. പല റാങ്ക്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് റാങ്കിങ് ഉണ്ട് അല്ലേ. എന്താണ് ഹല്ലി പാസ്പോർട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് എന്താണ് ഇൻഡെക്സുകളും റാങ്കിങ്ങും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എന്താണ്? ഇന്ത്യ റാങ്ക് 176 ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത കിങ് കപ്പ് ഇന്റർനാഷണൽ 2024 ഹാസ് വോൺ ബൈ ലക്ഷ്യ സെൻ. ഓക്കെ, ലക്ഷ്യ സെൻ റീസെന്റ് ആയിട്ട് കഴിഞ്ഞൊരു ഇന്റർനാഷണൽ കപ്പാണ്, അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് ആണ്. എന്താണ് കിങ് കപ്പ് ഇന്റർനാഷണൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഏത് ടൂർണമെന്റ് ആണ്? എന്ത് ടൈപ്പ് ഓഫ് ടൂർണമെന്റ് ആണ്? ബാഡ്മിന്റൺ ടൂർണമെന്റ്. അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ കിങ് കപ്പ് ഓരോ സ്പോർട്സ് എടുത്തിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് കിങ് കപ്പ് ഇന്റർനാഷണൽ ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അതാണ് അത് ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. ഓക്കെ, ലക്ഷ്യ സെൻ വോൺ ദ കിങ് കപ്പ് ഇന്റർനാഷണൽ 2024 ഹാസ് വോൺ ബൈ ലക്ഷ്യ സെൻ. ഓക്കെ,
അടുത്താണ് ഒരു അപ്പോയിൻമെന്റ് ആണ്. ഷമ്മി സിൽവ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, നമ്മൾ 2024 കറണ്ട് അഫയേഴ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. 2025 എന്താണ് ഈ ഒരു സ്ഥാനമൊക്കെ മാറി കാണും. പലരുടെ എന്താണ് ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ മേ ബി 2025 മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ആസ് പെർ 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ മേ ബി എന്താണ് എക്സാമിന് വരുന്നത് ഹു വാസ് ബീൻ എലക്ടഡ് ആസ് എ ന്യൂ ചെയർമാൻ ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഇൻ 2024 എന്ന് പറഞ്ഞ് പ്രത്യേകം എന്താണ് എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 2024 ഡേറ്റയാണ് അവർ കൂടുതലും എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു ഉത്തരങ്ങൾ നോക്കുക. 2025 അപ്പോയിന്റ്മെന്റ്സ് മാറും. ഓക്കെ, പ്രത്യേകമായിട്ട് 2025 എടുത്ത് ചോദിച്ചാൽ മാത്രമേ അങ്ങനെ ഇതാവുള്ളൂ. കാരണം ഇപ്പം ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലേക്ക് എന്താണ് ചെയർമാൻ മാറിയിട്ടുണ്ട്. അത് മൊഹ്സിൻ മക്കി. ഓക്കെ, മൊഹ്സിൻ മക്വിയാണ് കറന്റ്. ഓക്കെ, ഏപ്രിൽ തൊട്ട് 2025 ഏപ്രിൽ തൊട്ട് അദ്ദേഹമാണ് കറന്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആസ് പെർ 2024 ആരാണ്? അത് ഷമ്മി സിൽവയാണ്. ഇതിനു മുമ്പ് ആരായിരുന്നു? ഇതിനു മുമ്പ് ജയ്ഷാ ആയിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് ജയ്ഷാ ആയിരുന്നു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇപ്പം കറന്റ് എന്താണ്? കറന്റ് ICC അല്ലേ, ICCയുടെ ചെയർമാൻ ആയിട്ട് ജയ്ഷാ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഷമ്മി സിൽവ. ഓക്കെ, ഷമ്മി സിൽവ ആയിരുന്നു 2024 കറന്റ് എന്താണ് 2024 ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി മാറിയത് കേട്ടോ. ഇത് ഏത് വർഷമാണ് ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഫോം ചെയ്തത് എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് 1983 1983 അല്ലെ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് 1983 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർഷമാണ് നമ്മുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഫോം ചെയ്തത്. ഓക്കെ, ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു 2024 കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഡേറ്റ വൈസ് ഉള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് പെർ നൗ എന്താണ് മേ ബി ഒരുപാട് ചേഞ്ചസ് വന്ന് കാണണം. ഓക്കെ, രണ്ട് കാര്യം പഠിച്ചു എന്തൊക്കെയാണ്? ഒന്ന് കിങ് കപ്പ് ഇന്റർനാഷണൽ അല്ലേ, ഒന്ന് കിങ് കപ്പ് ഇന്റർനാഷണലും ലക്ഷ്യൻ വോൺ ചെയ്ത് അതുപോലെ അടുത്തത് നമ്മുടെ ഷമ്മി സിൽവ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത് സന്തോഷ് ട്രോഫി. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കാറുണ്ട് സ്പോർട്സ് ഇവന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൽ ഏത് കപ്പ് ആരാണ് ബോൺ ചെയ്ത് ഏത് ടീമാണ്, അതുപോലെ എന്താണ് ഈ ട്രോഫീസ് ഒക്കെ ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സന്തോഷ് ട്രോഫി അല്ലെ, സന്തോഷ് ട്രോഫി 77th എഡിഷനും 78th എഡിഷനും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, 77th എഡിഷൻ ആരാ ബോൺ ചെയ്തത്? 77th എഡിഷൻ വാസ് ബോൺ ബൈ സർവീസസ്. ഓക്കെ, ആരാണ്? സർവീസ് ആണ് സന്തോഷ്. എന്ത് ടൂർണമെന്റ് ആണ്? ഫുട്ബോൾ ടൂർണമെന്റ് അല്ലേ, ചോദിക്കാം കേട്ടോ. ഫുട്ബോൾ ടൂർണമെന്റ് നേരത്തെ പറഞ്ഞ കിങ് കപ്പ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഫുട്ബോൾ ടൂർണമെന്റ്. ഓക്കെ, ഇതൊരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് 77th എഡിഷൻ ആരാ വോൺ ചെയ്ത്? വാസ് വോൺ ബൈ സർവീസസ്. ഓക്കെ, എവിടെയാണ് നടന്നത്? അരുണാചൽ പ്രദേശ് വെച്ചാണ് ഈ ഒരു എഡിഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതും പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 77th. ഇനി അടുത്ത് നമുക്ക് 78th നോക്കാം. ഓക്കെ, ഇത് 78th എഡിഷൻ ഓഫ് സന്തോഷ് ട്രോഫി വാസ് വോൺ ബൈ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, 78th ആരാ വോൺ ചെയ്ത്? അത് വെസ്റ്റ് ബംഗാൾ ആണ് 78th വോൺ ചെയ്ത്. പ്രത്യേകം പഠിച്ചു നോക്കുക. 77 ആണെങ്കിൽ എന്താണ്? സർവീസ് ആണ്. 78th ആണെങ്കിൽ എന്താണ്? അത് വെസ്റ്റ് ബംഗാൾ ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത് സൗദി അറേബ്യ വിൽ ഹോസ്റ്റ് 2034 ഫിഫ വേൾഡ് കപ്പ്. ഓക്കെ, 2034 എന്താണ് ഫിഫ വേൾഡ് കപ്പ് ആരാ ഹോസ്റ്റ് ചെയ്ത്? സൗദി അറേബ്യ ആണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് വന്നൊരു 2024 അനൗൺസ് ചെയ്ത ന്യൂസ് ആണ്. 2034 എന്താണ് സൗദി അറേബ്യ എന്താണ് നെക്സ്റ്റ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2026 2030 എന്താണ് നമുക്ക് ഫിഫ വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം 2030 2026 എവിടെ വെച്ചാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 2026 എവിടെയാണ്? അത് USA, മെക്സിക്കോ ആൻഡ് കാനഡ. ഓക്കെ, എവിടെയാണ്? 2026 USA, മെക്സിക്കോ ആൻഡ് കാനഡ. ഈ മൂന്ന് സ്ഥലത്ത് വെച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ വയ്ക്കുന്നതാണത് 2030. ഓക്കെ, 2030 എവിടെയാണ്? മൊറോക്കോ, സ്പെയിൻ, അതുപോലെ പോർച്ചുഗൽ. ഓക്കെ, മൊറോക്കോ, സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. ഈ മൂന്ന് സ്ഥലത്ത് വെച്ചാണ് 2030 ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2034 എവിടെയാണ്? 2034 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇതും എന്താണ്? ഇതും ചോദിക്കാം, ഇതും എന്താണ് ചോദിക്കാം. സൗദി അറേബ്യ. ഈ മൂന്ന് ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഓഡ് ഓൺ ഔട്ട് ഒക്കെ ആയിട്ട് എന്താണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നും പഠിച്ചു വെക്കുക കേട്ടോ. 2026 2030 2034 പഠിച്ചു വെക്കുക. അടുത്ത വീണ്ടും ഒരു സ്പോർട്സ് ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹാസ് വോൺ ദ ടൈറ്റിൽ ഓഫ് ഡ്യൂറൻ കപ്പ്. ഓക്കെ, വീണ്ടും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ലേ. ഡ്യൂറൻ കപ്പ് എന്താണ്? ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്.
football tournament. ആരാ വോൺ ചെയ്തത്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹാസ് വോൺ ദ ടൈറ്റിൽ ഓഫ് ഡ്യൂറൻറ്റ് കപ്പ്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. സ്പോർട്സ് ഇവൻറ്റ്സ് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. എപ്പോഴും ആരാണ് ടൈറ്റിൽ വിന്നർ എന്ന് ചോദിച്ച് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ എന്താണ് റിപ്പീറ്റഡ്ലി കാണാറുണ്ട് കേട്ടോ. അടുത്ത ഇന്ത്യ എ ടീം വോൺ ദ ടൈറ്റിൽ ഓഫ് 2024 ദുലീപ് ട്രോഫി. ഓക്കെ, ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇന്ത്യ എ ടീം ആരാ തോപ്പിച്ചത്? ഇന്ത്യ സി ടീമിനെയാണെന്ത് ഇന്ത്യ എ ടീം തോപ്പിച്ചത്. അപ്പോൾ ഡ്യൂറൻറ്റ് ട്രോഫി, ഡ്യൂറൻറ്റ് അല്ല, ദുലീപ് ട്രോഫി എന്ന ടൈപ്പ് ഓഫ് ടൂർണമെന്റ് ആണ്. അതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെ, ക്രിക്കറ്റ് ടൂർണമെന്റ്. ഓക്കെ, ദുലീപ് ട്രോഫി ഇസ് എ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് ആയിട്ട് ചോദിക്കാറുണ്ട്. ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ആരാണ് വോൺ ചെയ്ത്? ഇന്ത്യ എ വോൺ ബൈ ബീറ്റിംഗ് ഇന്ത്യ സി. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യ എ ആണെന്ന് ആ ഒരു ദുലീപ് ട്രോഫിയിൽ വോൺ ചെയ്ത്. ഓക്കെ, അടുത്ത് ന്യൂസിലാൻഡ്. ഓക്കെ, ന്യൂസിലാൻഡ് ഹാസ് വോൺ ദ വിമൺസ് T20 വേൾഡ് കപ്പ്. ഓക്കെ, വിമൺസ് T20 വേൾഡ് കപ്പ് ആരാ വോൺ ചെയ്ത്? അത് ന്യൂസിലാൻഡ് ആണെന്ന് വോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻസ് നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ വരുന്നത് നമ്മുടെ ഇന്ത്യയാണ് വോൺ ചെയ്ത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് ന്യൂസിലാൻഡ് ഹാസ് വോൺ ദ വിമൺസ് T20 വേൾഡ് കപ്പ്. ഇനി എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിക്കാം. ഓക്കെ, 2024 നടന്ന ഇത് ഹോസ്റ്റ് ചെയ്ത് UAE-ലാട്ടോ. ഓക്കെ, UAE-ൽ വെച്ചാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഇനി 2026 എവിടെ വെച്ച് നടക്കാൻ പോകുന്നത്? അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഇത് നടക്കാൻ പോകുന്നത്. അതും ചോദിക്കാം കേട്ടോ. ഓക്കെ, 2026 ഇംഗ്ലണ്ടിലാണ് ഈ T20 വുമൺസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അതുപോലെ 2024 അവിടെ നടന്നത് അത് UAE-ലാണത്. 2024 വേൾഡ് കപ്പ് നടന്നിട്ടുള്ളതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ആരായിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് ചോദിക്കും. അത് അമേലിയ കെയർ ആണ്. അതും ഒരു ചോദ്യമാണ്. പ്ലെയർ ഓഫ് ടൂർണമെന്റ് അമേലിയ കെയർ. അമേലിയ കെയർ ആണിത് പ്ലെയർ ഓഫ് ദ ന്യൂസിലാൻഡ്. അമേലിയ കെയർ ആണിത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ആ ഒരു പ്രത്യേക കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ രണ്ട് കാര്യം കൊടുത്തു. ദുലീപ് ട്രോഫി ആരാണ് വോൺ ചെയ്ത്? ഇന്ത്യ എ ബീറ്റൺ. ആരാണ്? ഇന്ത്യ സീനെ ബീറ്റൺ ചെയ്തു. ന്യൂസിലാൻഡ് ആണിത് T20 വേൾഡ് കപ്പ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു? UAE-ൽ വെച്ച് കണ്ടക്ട് ചെയ്ത 2024 വേൾഡ് കപ്പ് വോൺ ചെയ്ത് ന്യൂസിലാൻഡ് ആണ്. 2026 നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് ആണ്. അതുപോലെ ഈ വുമൺസ് T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ടൂർണമെന്റ് ആരാണ്? ന്യൂസിലാൻഡ് അമേലിയ കെയർ ആണിത് പ്ലെയർ ഓഫ് ടൂർണമെന്റ് ആയെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പ്രോ കബഡി ലീഗ്. വീണ്ടും സ്പോർട്സ് ഇവൻറ്റ്സ് ആണ്. പ്രോ കബഡി ആരാണ്? ഹരിയാന സ്റ്റീലേഴ്സ് ഹാസ് വോൺ ദ പ്രോ കബഡി ലീഗ് ബൈ ഡിഫീറ്റിംഗ് പട്ന പൈറേറ്റ്സ്. ഓക്കെ, ഹരിയാന സ്റ്റീലേഴ്സ് 2024 കബഡി പ്രോ കബഡി ലീഗ് ആരാ വോൺ ചെയ്ത്? അത് ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. ഓക്കെ, ആരാണ് അതിനെ ഡിഫീറ്റ് ചെയ്ത്? പട്ന പൈറേറ്റ്സ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഈസി ഒരു വേ. ഇപ്പോൾ ഹരിയാന സ്റ്റീലേഴ്സ് എന്നുള്ള പേരൊക്കെ എന്താണ് കോമൺലി എല്ലാവരും മേക്ക് സ്പോർട്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരാണ് ഡിഫീറ്റ് ചെയ്യുന്ന പേര് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യമില്ല. ഓക്കെ, അപ്പോൾ അത് പട്ന പൈറേറ്റ്സ് ആണ് ഇവരെ ഡിഫീറ്റ് ചെയ്തതെന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് 2024 വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് എഡിഷൻ വാസ് വോൺ ബൈ റിയൽ മാഡ്രിഡ്. ഓക്കെ, ആരാണ് വോൺ ചെയ്ത ഫസ്റ്റ് എഡിഷൻ? അപ്പോൾ എത്രാമത്തെ എഡിഷൻ ആണ് 2024 നടന്നെന്ന് ചോദിക്കുക. അതാണ് അത് ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, ഒന്നാമത്തെ എഡിഷൻ. തിരിച്ചു മറിച്ച് ചോദിക്കുക കേട്ടോ. 2024 എന്താണ് നടന്നത്? എത്രാമത്തെ എഡിഷൻ ആണ്? ഓപ്ഷൻ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തരാം. എന്താണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്താണ് നടന്നു? റണ്ണറപ്പ് ആരാണ്? പച്ചുക. ഓക്കെ, പച്ചുകയാണിത് റണ്ണറപ്പ് ആയത്. ഏത് ടീമാണെന്ന് ചോദിക്കാം. ഇനി ടോട്ടൽ എത്ര ടീംസ് ഉണ്ടായിരുന്നു? ടോട്ടൽ 6 ടീംസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എത്രയാണ്? ടോട്ടൽ 6 ടീംസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 2023 ഈ ഒരു ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്തിട്ടോ. അപ്പോൾ അതും ചോദിക്കാം. 2023 ഫൗണ്ട് ചെയ്തു. അതിന്റെ ഫസ്റ്റ് എഡിഷൻ എന്താണ് ഗെയിം നടന്നത്? 2024 ഫസ്റ്റ് എഡിഷൻ ഗെയിം കണ്ടക്ട് ചെയ്ത്. അതിനകത്ത് വോൺ ചെയ്തവരാണ്? വോൺ ചെയ്ത് റിയൽ മാഡ്രിഡ് ആണ്. ഈ ടോട്ടൽ എത്ര ടീം ഉണ്ടായത്? ടോട്ടൽ 6 ടീംസ് ആണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വിജിൽ കുമാർ ഹാസ് അപ്പോയിന്റ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. അപ്പോയിൻമെന്റ് അല്ലേ? നമ്മുടെ CRPF, CASF, അതുപോലെ എന്താണ് നേവി, ആർമിയുടെ ഒക്കെ എന്താണ് പുതിയ ചീഫുകൾ മാറുമ്പോൾ, ന്യൂ ഡയറക്ടേഴ്സ് മാറുമ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോയിൻമെന്റ് ഭാഗത്ത് നിന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണിത്. ഈ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ എന്താണ് ചെയർമാൻ്റെ ഒക്കെ പേരുകൾ മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? വിജിൽ കുമാർ. ആരാണ്? വിജിൽ കുമാർ ഹാസ് അപ്പോയിന്റ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് വിജിൽ കുമാറിനെ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ഹാസ് അപ്പോയിന്റ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എന്താണ് അപ്പോയിൻമെന്റ് ആണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേട്ടോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചോദിക്കാം. എന്നാണ് ഇത് ഫോം ചെയ്ത അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത വർഷമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫൗണ്ടഡ് 1993. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. മേ ബി എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് ആരായിരിക്കും ഒരു ചെയർപേഴ്സൺ ഒക്കെ ആയിരിക്കും. ഓക്കെ, രാമസുബ്രഹ്മണ്യമാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. പക്ഷേ ചോദിക്കാമെന്നാണ് ചോദിക്കുന്നത്, എന്നാണ് ഇത് ഫൗണ്ട് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കുന്നത് മിക്കപ്പോഴും കാണാറുള്ളത്. ഫൗണ്ട് ചെയ്ത് 1993. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി.
ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു എക്സ്ട്രാ ആയിട്ട്. ഫൗണ്ട് ചെയ്ത് 1993 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് പഠിച്ചു. ഒന്ന് വിജിൽ കുമാർ, ഓക്കെ, വിജിൽ കുമാർ CRPFന്റെ പുതിയ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അടുത്ത മുംബൈ ഹാസ് വോൺ ദ ഇറാനി കപ്പ് ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് റെസ്റ്റ് ഓഫ് ഇന്ത്യ. വീണ്ടും നെക്സ്റ്റ് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണത് ഇറാനി കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇറാനി കപ്പ് പഠിച്ചു, അതുപോലെ ദുലീപ് ട്രോഫി പഠിച്ചു അല്ലേ. ഡ്യൂറന്റ് കപ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു. ദുലീപ് ട്രോഫി അതുപോലെ ഇറാനി കപ്പ്. ഓക്കെ, ദുലീപ് ആൻഡ് ഇറാനി കപ്പ് ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇറാനി കപ്പ് ആരാണ് വോൺ ചെയ്തത്? ഇറാനി കപ്പ് വാസ് വോൺ ബൈ മുംബൈ. ഓക്കെ, മുംബൈ ആണെന്ത് ഇറാനി കപ്പ് വോൺ ചെയ്തത് ബൈ ഡിഫീറ്റിംഗ് റെസ്റ്റ് ഓഫ് ഇന്ത്യനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് മുംബൈ ആണെന്ത് ഇതിനകത്ത് കപ്പ് സ്വന്തമാക്കി കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ രഹാനെയാണ് എൻ്റെ ക്യാപ്റ്റൻ തോന്നുന്നു. അതുപോലെ അടുത്ത് ധ്രുവ് സിത്വാല ഹാസ് വോൺ ദ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2024. ഓക്കെ, ഏഷ്യൻ ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് പറയുന്ന പോലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ആണ് 2024 ആരാ വോൺ ചെയ്ത്? നമ്മൾ എപ്പോഴും കോമൺലി കാണാറുള്ള നെയിമാണ് പങ്കജ് അദ്വാനി എന്ന് പറയുന്നത്. അല്ല എപ്പോഴും ഇത്തവണ എന്താണ്? ഇത്തവണ പങ്കജ് അദ്വാനി അല്ല, പ്രത്യേകം നോട്ടി വെക്കുക. ധ്രുവ് സിത്വാലയാണ് ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്ത് ബൈ ഡിഫീറ്റിംഗ് ആരാണ്? ഡിഫീറ്റ് ചെയ്ത ആരാണ്? അത് പങ്കജ് അദ്വാനി ആട്ടോ. ഡിഫീറ്റ് ചെയ്തത് പങ്കജ് അദ്വാനി. ഡിഫീറ്റ് ചെയ്ത് പങ്കജ് അദ്വാനിയാണത് ഡിഫീറ്റ് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്ത വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ആണ്. ഇനി വുമൺസ് മാത്രമല്ല, നമുക്ക് മെൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് രണ്ടും ഒരുമിച്ച് എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കി വിമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ഇന്ത്യ ഹാസ് വോൺ. ആരാണ് വോൺ ചെയ്തത്? വുമൻസിന്റെ വോൺ ചെയ്ത് ഇന്ത്യയാണ്. മെൻസോ ആരാണ്? മെൻസും വോൺ ചെയ്ത് ഇന്ത്യ തന്നെയാണ്. ഇനി ഇത് രണ്ടും നടന്നത് എവിടെ വെച്ചാണ്? രണ്ടും നടന്നത് മസ്കറ്റിൽ വെച്ചാണ്. എവിടെയാണ്? ഹെൽഡ് ഇൻ മസ്കറ്റ്, ഒമാൻ. അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യട്ടോ. മേ ബി ഒമാൻ ആയിരിക്കും, ചിലപ്പം മസ്കറ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ഓപ്ഷനാണുള്ളത് ആ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത റണ്ണറപ്പ് ആയത് ആരാണ്? റണ്ണറപ്പ് ആയത് ചൈനയാണ്. ഇവിടെ എന്താണ്? ഇവിടെ റണ്ണറപ്പ് ആയത് പാകിസ്ഥാൻ ആട്ടോ. അവിടെ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ റണ്ണറപ്പ് ചൈനയാണെങ്കിൽ ഇവിടെ റണ്ണറപ്പ് പാകിസ്ഥാനാണ്. പ്രത്യേകം പഠിക്കുക. വുമൻസും മെൻസും എന്താണ് ജൂനിയർ ഏഷ്യ കപ്പ് വോൺ ചെയ്ത് ഇന്ത്യയാണ്. അത് നടന്ന എവിടെയാണ്? രണ്ടും ഒരേ സ്ഥലത്താണ്, മസ്കറ്റ് അല്ലെങ്കിൽ ഒമാനിലാണത് ഇത് കണ്ടക്ട് ചെയ്ത്. ഇനി വുമൻസിന്റെ ആണെങ്കിൽ ആരെയാണ് തോപ്പിച്ചത്? അത് ചൈനയാണ് തോപ്പിച്ചത്. പക്ഷേ മെൻസ് ആണെങ്കിൽ എന്താണ്? അത് പാകിസ്ഥാനാണ് തോപ്പിച്ചത്. അതുപോലെ പ്ലെയർ ടോപ്പ് സ്കോർ എന്നൊക്കെ പറയുന്നത് ആരാണ്? അത് ദീപിക സെഹ്റാവാട്ട്. നമ്മുടെ വുമൻസിന്റെ ദീപിക സെഹ്റാവാട്ടാണെന്ത് ഈ ഒരു വുമൻസ് ജൂനിയർ ഏഷ്യ കപ്പിന്റെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് ദീപിക സെഹ്റാവാട്ടാണ്. അപ്പോൾ ദീപിക സെഹ്റാവാട്ട് ഏത് സ്പോർട്സ് റേറ്റ് ചെയ്ത് കിടക്കുന്നൊക്കെ ചോദിക്കാം. ആരാണ്? ഏതാണ്? അത് ഹോക്കി ആയിട്ട് റേറ്റ് ചെയ്ത് കിടക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത് 17 സെയ്ദ് മുസ്താഖ് അലി ട്രോഫി. വീണ്ടും നെക്സ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ്. അപ്പോൾ ദുലീപ് ട്രോഫി പഠിച്ചു, ഇറാനി കപ്പ് പഠിച്ചു. ഇവിടെ എന്താണ്? ഇവിടെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി. ഓക്കെ, മുംബൈ ഹാസ് വോൺ ദെയർ സെക്കൻഡ് ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് മധ്യപ്രദേശ്. ഓക്കെ, ഇവിടെ മുംബൈ ആണ് വോൺ ചെയ്തത്. അപ്പം മുസ്താഖ് അലി ട്രോഫിയും അതുപോലെ ഇറാനി കപ്പ് രണ്ടും വോൺ ചെയ്ത് മുംബൈ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ആരൊക്കെ എന്തൊക്കെയാണ്? ഒന്ന് ഇറാനി കപ്പ് അല്ലേ, ഇറാനി കപ്പ് വോൺ ചെയ്ത് മുംബൈ ആണ്. അതുപോലെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ഓഫ് 2024 വോൺ ചെയ്ത് ആരാണ്? അതും മുംബൈ ആണ് വോൺ ചെയ്തത് കേട്ടോ. ആരാണ് ഡിഫീറ്റ് ചെയ്തത്? ഡിഫീറ്റഡ് ബൈ മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിനാണത് ഇവർ ഡിഫീറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് 4 മിസ് യൂണിവേഴ്സ്, അതുപോലെ എന്താണ് ഫെമിന മിസ് ഇന്ത്യ, അതുപോലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ, അതുപോലെ മിസ് ഇന്ത്യ വേൾഡ് വൈഡ്. ഓക്കെ, ഇത് 4 ഒരുമിച്ച് കൊടുക്കാം. കാരണം ഇത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഈ പേരുകളെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ആര് ഏതാണെന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 4 ഒരുമിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കാം മിസ് യൂണിവേഴ്സ്. ആരാണ് മിസ് യൂണിവേഴ്സ്? മിസ് യൂണിവേഴ്സ് വിക്ടോറിയ കെജർ. ഓക്കെ, വിക്ടോറിയ കെജർ ആണിത് മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സോറി, വിക്ടോറിയ കൈർ തെൽവീഗ്. ഓക്കെ, വിക്ടോറിയ കൈൽ തെൽവീഗ് ആണ് മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫെമിന മിസ് ഇന്ത്യ. ഓക്കെ, ഫെമിന മിസ് ഇന്ത്യ ആരാണ്? അത് നികിത പോർവാൾ ആണ്. ഓക്കെ, ഫെമിന മിസ് ഇന്ത്യ എന്ന് പറയുന്നത് നികിത പോർവാൾ. അതുപോലെ നെക്സ്റ്റ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ മിസ് ഇന്ത്യ ആയിരുന്നു, ഇവിടെ എന്താണ്? മിസ് യൂണിവേഴ്സ് ആയിരുന്നു. ഇവിടെ എന്താണ്? മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആണ്. അത് റിയാസിൻക. ഓക്കെ, റിയാസിൻക ആണിത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ആരാണ്? മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ധ്രുവി പട്ടേൽ. ഓക്കെ, ധ്രുവി പട്ടേൽ ആണിത് മിസ് ഇന്ത്യ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ധ്രുവി പട്ടേൽ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ധ്രുവി പട്ടേലാണ്. അപ്പോൾ 4 നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്തായാലും നമ്മൾ നോക്കാം. മിസ് യൂണിവേഴ്സ് വിക്ടോറിയ കൈർ തെൽവീഗ്, ഫെമിന മിസ് ഇന്ത്യ നികിത പോർവാൾ, അതുപോലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയാസിൻക, അതുപോലെ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ആരാണ്? അത്
ധ്രുവി പട്ടേലാണ്. ഇത് ആരും എന്താണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. Next, Under-19 Asia Cup 2024. Okay, Bangladesh has won the Under-19 Asia Cup 2024 by defeating India. Okay, India defeat ചെയ്തുകൊണ്ട് എന്താണ് ബംഗ്ലാദേശ് ആണ് Under-19 Asia Cup വോൺ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. Under-19 വേൾഡ് കപ്പ് അതുപോലെ Under-19 Asia Cup ഒക്കെ ആരാണ് വോൺ ചെയ്തത്? ആരാണ് റീസെന്റ് Under-19 വേൾഡ് കപ്പ് ആരാ വോൺ ചെയ്തത്? അത് ഓസ്ട്രേലിയ അല്ലേ, നമ്മുടെ ഇന്ത്യനെ തോപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ആണ് ഇത് റീസെന്റ് Under-19 വേൾഡ് കപ്പ് വോൺ ചെയ്തത്. എന്താണ് ഇത്? ഏഷ്യ കപ്പാണ്. ഓക്കെ, ഏഷ്യ കപ്പ് ആരാണ് വോൺ ചെയ്തത്? ഏഷ്യ കപ്പ് വാസ് വോൺ ബൈ ബംഗ്ലാദേശ് ആണത് ഏഷ്യ കപ്പ് വോൺ ചെയ്ത് ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യനെ ഡിഫീറ്റ് ചെയ്യുന്നത് എന്താണ്? ബംഗ്ലാദേശ് ആണ് Under-19 ഏഷ്യ കപ്പ് വോൺ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ അടുത്ത് വീണ്ടും ലക്ഷ്യ സെൻ അല്ലേ, വീണ്ടും ലക്ഷ്യ സെൻ ഹാസ് വൺ ദ മെൻസ് സിംഗിൾ ടൈറ്റിൽ ഇൻ സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. അപ്പം സെയ്ദ് മോദി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടൂർണമെന്റ് ആണ് ചോദിക്കാം. നമ്മൾ സെയ്ദ് മുസ്താഖിൽ പഠിച്ചു, എന്താണ് അത്? ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിരുന്നല്ലോ. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ. അപ്പം ചോദിക്കാം സെയ്ദ് മോദി ഇന്റർനാഷണൽ പറയുന്നത് ഏത് എന്താണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് പഠിക്കാം. ഓക്കെ, സെയ്ദ് മോദി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇതിന്റെ സെയിം എന്താണ്? ഇത് മെൻസ് കാറ്റഗറി ആരാണ്? ലക്ഷ്യ സെൻ വോൺ ചെയ്ത് മെൻസ് കാറ്റഗറി ആണ്. ഇതിന്റെ വിമൻസ് കാറ്റഗറി ഉണ്ട്. ആരാണ്? PV Sindhu has won the Women's Said Modi International Badminton Competition. കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൊണ്ട് PV Sindhu ആണത് ഇതിന്റെ വിമൻസിന്റെ കാറ്റഗറി വോൺ ചെയ്ത്. PV Sindhu ആണ് ദ ഫസ്റ്റ് വുമൺ ടു വോൺ 2 ഒളിമ്പിക് മെഡൽ അല്ലെ, 2 ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ PV Sindhu ആണ്. ഓക്കെ, 2016 2020 2016 എന്താ ലഭിച്ചത്? 2016 സിൽവർ മെഡൽ ലഭിച്ചു. അതുപോലെ എന്താണ് 2020 എന്താണ് 2020 ബ്രോൺസ് മെഡലും ലഭിച്ചു. ഇനി ദ ഫസ്റ്റ് വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ സൈന നെഹ്വാൾ അല്ലെ. സൈന നെഹ്വാളാണ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ എന്ന് പറയുന്നത്. 2012 സൈന നെഹ്വാളിന് ബ്രോൺസ് മെഡൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ PV Sindhu 2 തവണ ലഭിച്ചിട്ടുണ്ട്. 2016 2020 എന്താണ് സിൽവർ, 2020 ബ്രോൺസ് ആണത് ലഭിച്ചത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സൈന നെഹ്വാൾ ആണത് ഫസ്റ്റ് വുമൺ ടു വിൻ എന്താണ് ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ എന്ന് പറയുന്നത്. അത് സൈന നെഹ്വാൾ ആണെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കിങ് കപ്പ് അല്ല, സോറി, സെയ്ദ് മോദി ഇന്റർനാഷണൽ മെൻസും വിമൻസും, മെൻസ് വോൺ ചെയ്ത് ലക്ഷ്യ സെൻ, വുമൻസ് വോൺ ചെയ്ത് PV Sindhu ആണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത നമ്മൾ നേരത്തെ ഫൈഡ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കണ്ടു. ഇനി അടുത്ത ചാമ്പ്യൻഷിപ്പാണ് വേൾഡ് റാപ്പിഡ്. അവിടെ നമുക്ക് അഭിമാനകരമായ എന്താണ് ഒരു വിജയം നമ്മുടെ ഇന്ത്യക്കാരി എന്താണ് സ്വന്തമായി കിട്ടുന്നത് നോക്കാം. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ആരാണ് വോൺ ചെയ്ത്? ഇന്ത്യസ് കൊണേരു ഹംപി ഹാസ് വോൺ. ഓക്കെ, ആരാണ്? ഇന്ത്യയുടെ കൊണേരു ഹംപി ഹാസ് വോൺ ദ ഹെയർ സെക്കൻഡ് വേൾഡ് റാപ്പിഡ്, ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് ആട്ടോ. ഹെയർ സെക്കൻഡ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇൻ 2024. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യക്കാരി കൂടിയാണ് അല്ലേ, ഇന്ത്യൻ. അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ എന്താണ് ചോദിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഏത് ചാമ്പ്യൻഷിപ്പാണ്? വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആട്ടോ. എന്താണ്? വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഇനി ആരാ ഡിഫീറ്റ് ചെയ്ത്? ഡിഫീറ്റഡ് ഇന്തോനേഷ്യാസ് ഐറീൻ സുക്കന്ദർ. ഓക്കെ, ഇന്തോനേഷ്യയുടെ ഐറീൻ സുക്കന്ദറിനാണിത് നമ്മൾ ഡിഫീറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ പഠിച്ചത് ഡിങ് ലിറൻ അല്ലേ, നമ്മൾ ഡി യുഗേഷിന്റെ കാര്യം പറഞ്ഞപ്പം ഡിങ് ലിറനെയാണ് ഡിഫീറ്റ് ചെയ്ത് പഠിച്ചത്. ഇവിടെ എന്താണ്? ഇവിടെ ഐറീൻ സുഗന്ധറിനെയാണ് ഇവിടെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വുമൻസ് കാറ്റഗറി അല്ല, ഇത് നമ്മൾ പറഞ്ഞത് വുമൻസ് കാറ്റഗറി ആണ്. ഇതിന്റെ മെൻസ് കാറ്റഗറി പഠിക്കാം. എന്താണ്? 18-year-old വൊളോഡർ മുർസിൻ. എന്താണ്? വൊളോഡർ മുർസിൻ ഹാസ് ഫ്രം റഷ്യ. ഓക്കെ, ഫ്രം റഷ്യ ഹാസ് വോൺ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് മെൻസ് ടൈറ്റിൽ. അപ്പോൾ വുമൻസ് പഠിക്കുന്ന കൂടെ എന്താണ് മെൻസും പഠിച്ചു വെക്കുക. വൊളോഡർ മുർസിൻ ആണെന്ത് ഇതിന്റെ മെൻസ് കാറ്റഗറിയിലുള്ള കപ്പ് വോൺ ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് പഠിക്കുക. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ്? കൊണേരു ഹംപി വോൺ ചെയ്തു. സെക്കൻഡ് എത്രാമത്തെയാണ്? രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പാണ്. ഡിഫീറ്റ് ചെയ്ത് ആരാണ്? ഡിഫീറ്റ് ചെയ്ത് ഐറീൻ സുക്കന്ദറിനാണ് ഡിഫീറ്റ് ചെയ്ത്. ഇനി ഇതിന്റെ മെൻസ് കാറ്റഗറി ആരാണ്? മെൻസ് കാറ്റഗറിയിലെ വൊളോഡർ മുർസിൻ ആണെന്ത് ഇതിന്റെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയതെന്നും പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത 38th നാഷണൽ ഗെയിംസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദിക്കാറുണ്ട് 38th നാഷണൽ ഗെയിംസ് അല്ലേ. ഓരോ നാഷണൽ ഗെയിംസ് കഴിയുമ്പോഴേക്കും അത് എവിടെ വെച്ച് നടന്നു, ആരാണ് ടോപ്പ് ആയതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 37th എവിടെയായിരുന്നു? 37th കണ്ടക്ട് ചെയ്ത് 37th കണ്ടക്ട് ചെയ്ത് ഗോവയിലായിരുന്നു അല്ലേ. 37th കണ്ടക്ട് ചെയ്ത് ഗോവയിലായിരുന്നു. 37th കണ്ടക്ട് ചെയ്ത് ഗോവ. ഇനി 39th കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അത് മേഘാലയയിലാട്ടോ. ഓക്കെ,
39th ചോദിക്കാം കേട്ടോ, ചോദിക്കാം. ഓക്കെ, 39th എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് മേഘാലയയാണ് 39th കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 38th പറ്റി ഒന്ന് പഠിക്കാം അല്ലേ. 38th നാഷണൽ ഗെയിംസ് സർവീസസ് ടീം ഹാസ് ടോപ്ഡ് ഇൻ ദ മെഡൽ ടാലി. ആരാണ്? സർവീസസ് ടീമാണ് ഈ ഒരു മെഡൽ ടാലിയിൽ ടോപ്പ് ആയത്. ഇനി എത്ര ഗോൾഡ് കിട്ടി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ മെഡൽസ് എത്രയാണെന്ന് ചോദിക്കാം. എത്രയാണ്? 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ് മെഡലാണത് ഈ സർവീസസ് ടീം സ്വന്തമാക്കിയത്. ഓക്കെ, അപ്പം 60 എന്താണ് 40 100 108 114 ഓക്കെ 114 7 121 ഓക്കെ 121 മെഡൽസ് ആണത് സർവീസസ് വോൺ ചെയ്ത് കേട്ടോ. 121 മെഡൽസ് ആണ് വോൺ ചെയ്ത്. ഇനി മാസ്കോട്ട് എന്താണ്? മാസ്കോട്ട് മൗളി എന്ന് പറയും. മൗളി ഓക്കെ, മൗളി ഒരു സ്റ്റേറ്റ് ബേർഡാണ്, ഇവരെ സ്റ്റേറ്റ് ബേർഡാണിത് മൗളി എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റേറ്റ് ബേർഡ് ഓഫ് ഉത്തരാഖണ്ഡ്? ഒരു വേറൊരു ചോദ്യം കൂടെ എവിടെ വെച്ചാൽ ഹോസ്റ്റ് ചെയ്യുന്ന പഠിച്ചില്ല അല്ലേ. ഹോസ്റ്റ് ചെയ്ത് ഉത്തരാഖണ്ഡ് വെച്ചാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് ബേർഡായ എന്താണ് മൗളിയാണെന്ത് ഇതിൻ്റെ ഒരു മാസ്കോട്ട് എന്ന് പറയുന്നത്. ഇനി ടാഗ് ലൈൻ എന്താണ്? ടാഗ് ലൈൻ സങ്കല്പ് ഓക്കെ, സങ്കല്പല്ല സങ്കല്പ് എന്നുണ്ടേ. ഓക്കെ, സങ്കല്പ് സെ ശിഖാർ തക് ഓക്കെ, ഫ്രം റിസോൾവ് ടു സെനീത്ത് ഓക്കെ ഫ്രം റിസോൾവ് ടു സെനീത്ത് ആണത് ഇവരുടെ ടാഗ് ലൈൻ. എന്താണ് മിക്കവാറും ചോദിക്കാൻ സാധ്യത കൂടുതൽ എന്താണ് ഇംഗ്ലീഷ് തന്നെയാണ് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൂ. പക്ഷേ എന്താണ് നമ്മൾ ഹിന്ദി ഒരു വേർഷൻ കൂടെ പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. മേ ബി നമ്മുടെ ഓപ്ഷനിലൊക്കെ മേ ബി ഒരു ഹിന്ദി വേർഷൻ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മുട്ടി വെക്കുക. അതുപോലെ ഓഫീസ് സ്റ്റോർസ് എന്താണെന്ന് വെച്ചാൽ തേജസ്വിനിയാണത് ഇവരുടെ ഓഫീസ് സ്റ്റോർസ് എന്ന് പറയുന്നത്. ഇനി ഉത്തരാഖണ്ഡിന് എത്രാം സ്ഥാനം ലഭിച്ചു? ഉത്തരാഖണ്ഡിന് 7ാമത്തെ പൊസിഷൻ കേട്ടോ. ഇവര് 7th പൊസിഷൻ ആണത് ഈ ഒരു ഇവന്റിൽ ഉത്തരാഖണ്ഡിന് ലഭിച്ചത്. അതുപോലെ സെക്കൻഡ് പൊസിഷൻ കിട്ടിയത് ആർക്കാന്ന് ചോദിക്കാം. സെക്കൻഡ് പൊസിഷൻ കിട്ടിയത് മഹാരാഷ്ട്ര കേട്ടോ, മഹാരാഷ്ട്ര ഓക്കെ, മഹാരാഷ്ട്ര സെക്കൻഡ് പൊസിഷൻ സ്വന്തമാക്കിയത് മഹാരാഷ്ട്രയാണ്. ആ ഒരു കാര്യം കൊണ്ട് എന്താണ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാട് 38th നാഷണൽ ഗെയിംസോട് ബന്ധപ്പെട്ട് ഒത്തിരി എന്താണ് ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട്. അതുപോലെ എത്ര ഗോൾഡ് കിട്ടിയെന്ന് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. മേ ബി ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും, എത്ര ഗോൾഡ് മാത്രം കരസ്ഥമാക്കി? 68 ഗോൾഡാണ് കരസ്ഥമാക്കിയത്. അല്ലെങ്കിൽ ടോട്ടൽ മെഡൽ എത്രയാണ്? ടോട്ടൽ 121 മെഡലാണ് ഇവർ സ്വന്തമാക്കിയത്. അങ്ങനെ ഒരു എന്താണ് ആ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സ്റ്റേറ്റ് ബേർഡ് എന്താണ് ഒരു കാര്യം പഠിച്ചു, മൗളിയാണ്. അതുപോലെ 39ാമത്തെ നടക്കാൻ പോകുന്ന എവിടെയാണ്? അത് മേഘാലയയിലാണ് നടക്കാൻ പോകുന്നത് പഠിച്ചു. അതുപോലെ ടാഗ് ലൈനും ഓഫീസ് സ്റ്റോർസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊരു ഡീറ്റെയിൽസ് ആണ് 38th നാഷണൽ ഗെയിംസ് ചോദിക്കാൻ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇന്ദിര മണി പാണ്ഡെ ബിക്കം ദ സെക്രട്ടറി ജനറൽ ഓഫ് ബിംസ്റ്റെക്. ഓക്കെ, ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്? ബിംസ്റ്റെക് എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ഷണൽ ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ഷണൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ആണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത് കേട്ടോ. ബിംസ്റ്റെക് ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ഷണൽ ഓക്കെ, മൾട്ടി സെക്ഷണൽ ടെക്നിക്കൽ ആൻഡ് ഓക്കെ, ടെക്നിക്കൽ and economic okay, economic cooperation ഓക്കെ. മേ ബി എന്താണ് ബിംസ്റ്റെക്കിൻ്റെ ഒക്കെ ഒരു ഫുൾ ഫോം ഒക്കെ എന്താണ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ജസ്റ്റ് എന്ന് പറഞ്ഞത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ഷണൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ആണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ധാക്കയിലാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ബിംസ്റ്റെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ധാക്ക, ബംഗ്ലാദേശ് ഓക്കെ, ധാക്ക ബംഗ്ലാദേശ് ആണത് ബിംസ്റ്റെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചോദിച്ചു കാണാറുണ്ട്. അടുത്ത് ഇന്ത്യ ഹോസ്റ്റഡ് ദ ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഒരു ഇവന്റ് ആണ്. ഇവന്റ് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എന്താണ് ഇന്ത്യ ഹോസ്റ്റഡ്? എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഓക്കെ, ICA എന്ന് എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ICA അത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസ് ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തത്? ഓക്കെ, ഇന്ത്യ ആണെന്ത് ഇത് ഹോസ്റ്റ്, ഇന്ത്യയുടെ ന്യൂഡൽഹിയിലാണെന്ത് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. സബ്മിറ്റ്സ് കോൺഫറൻസ് ഒക്കെ ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പ്രത്യേകം എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് ന്യൂ ഗവർണേഴ്സ് നമ്മൾ 2024 വീണ്ടും പറയുന്നു. 2025 അല്ല 2024 എന്താണ് ആസ് പെർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. 2024 എന്താണ് ആരൊക്കെയാണ് ചേഞ്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടെ. നോക്കാം. അപ്പോൾ മണിപ്പൂർ ആരാണ്? മണിപ്പൂർ അജയ് കുമാർ ഭല്ല ആണത് മണിപ്പൂരിലെ പുതിയ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ മിസോറാം ആരാണ്? മിസോറാം VK സിംഗ് ഓക്കെ, VK സിംഗ് ആണത് മിസോറാമിന്റെ പുതിയ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത് ബീഹാർ നമ്മുടെ കേരളത്തിന്റെ നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണത്
ഇപ്പോൾ കറൻ്റ്ലി ബീഹാറിൻ്റെ പുതിയ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അടുത്ത ഒഡീഷ ആരാണ്? ഹരി ബാബു ഖമ്പംവട്ടിയാണിത് ഒഡീഷയുടെ പുതിയ ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് കേരളയിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ട് പുതിയതായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണെന്ത് നമ്മുടെ പുതിയ ഗവർണറായിട്ട് കേരളത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക, കാരണം പുതിയ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങൾ എല്ലാ സ്റ്റേറ്റിലെ CMഉം എല്ലാ സ്റ്റേറ്റിലെ ഗവർണേഴ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, കാരണം ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് എന്താണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്താണ് അങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. പുതിയ എന്താണ് സ്റ്റേറ്റിലെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നത് എന്താണ്, ഇതുപോലെ ചേഞ്ചസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ എന്താണ് പുതിയ ഗവർണറോ CMO പ്രത്യേകം എടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ജാനിക് സിന്നർ. ഓക്കെ, അദ്ദേഹം വോൺ ചെയ്ത ടൈറ്റിൽസ് ഒരുമിച്ച് പഠിക്കാമെന്ന് ഓർത്താണ് ഒറ്റ പേരെടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? US ഓപ്പൺ വോൺ ചെയ്തിട്ടുണ്ട്, മിയാമി ഓപ്പൺ വോൺ ചെയ്തിട്ടുണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ അദ്ദേഹം വോൺ ചെയ്യും. അപ്പോൾ ഇത് മൂന്നും ഓക്കെ, US ഓപ്പൺ, മിയാമി ഓപ്പൺ, അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഇത് മൂന്നും എന്താണ് ഒരുമിച്ച് ആരാണ് വോൺ ചെയ്തതെന്ന് വെച്ചാൽ അത് ജാനിക് സിന്നർ ആട്ടോ. പ്രത്യേകം പഠിക്കുക, ജാനിക് സിന്നർ. ഓക്കെ, ജാനിക് സിന്നർ, US ഓപ്പൺ, മിയാമി ഓപ്പൺ, അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഇത് മൂന്നും വോൺ ചെയ്ത് ജാനിക് സിന്നർ ആണ്. പ്രത്യേകം പഠിക്കുക കേട്ടോ, കാരണം അതൊക്കെ ചോദിക്കും, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരാളുടെ പേര് പഠിക്കുക. എന്നിട്ട് USഉം മിയാമിയും ഓസ്ട്രേലിയയും മൂന്നും വോൺ ചെയ്ത് ജാനിക് സിന്നർ ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണിൽ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തവരാണ്, ഡിഫീറ്റ് ചെയ്ത് ഡാനിയൽ മിഡ്വെഡേനാണ് ഇദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഡിഫീറ്റ് ചെയ്തതെന്നും ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. അടുത്ത് വേൾഡ്സ് ഫസ്റ്റ് ഓം ഷേപ്ഡ് ടെമ്പിൾ ഇനാഗുറേറ്റഡ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് ഓം ഷേപ്ഡ്, ഓം എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ, ആ ഓം ഷേപ്പിൽ എന്താണ്, ഓം ഷേപ്പിലാണ് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ടെമ്പിൾ എവിടെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാട്ടോ. ഓക്കെ, രാജസ്ഥാൻ. ഓക്കെ, ഓം ടെമ്പിൾ ബിൽഡ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലാണിത് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി രാജസ്ഥാനിലെ പാലിലാട്ടോ, രാജസ്ഥാനിലെ പാലിലാണിത് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ടൈപ്പ് ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, നമ്മൾ നാഗര സ്റ്റൈൽ ഓഫ് എന്താ പഠിക്കാറുണ്ട്, ദ്രാവിഡ സ്റ്റൈൽ, ചാളുക്യ സ്റ്റൈൽ, ഓരോ ടെമ്പിൾ പറയുന്ന സ്റ്റൈലാണ്. അപ്പോൾ നാഗര സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എന്താണ് റിലവൻ്റ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റൈലാണിത് നാഗര സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഓം ഷേപ്പ് ടെമ്പിൾ എന്താണ്, അതും ഒരു നാഗര സ്റ്റൈലിലാണിത് ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ്, നാഗര സ്റ്റൈലാണിത് ഈ ഒരു ടെമ്പിളും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? അത് പെഞ്ച് ടൈഗർ റിസർവ് ആട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പറയുന്നത് പെഞ്ച്, ഓക്കെ, പെഞ്ച് ടൈഗർ റിസർവ് ആണെന്ന് പഠിച്ചു വെക്കുക, ചോദിക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? പെഞ്ച്. ഓക്കെ, പെഞ്ചിലാണിത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണിത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പറയുന്നു. അടുത്ത് RBI ഈസ് പ്ലാനിങ് ടു സെറ്റപ്പ് ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി ടു ചെക്ക് ഇല്ലീഗൽ ആപ്സ്. അപ്പോൾ ചോദിക്കാം, ഇടയ്ക്ക് കാണാറുണ്ട് ഈ ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി ഒക്കെ ആരാണ്, അല്ലെങ്കിൽ ഏത് വിങ് ആണ്, ഏത് ഓർഗനൈസേഷൻ ആണ് സെറ്റപ്പ് ചെയ്യുന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? അത് RBI ആട്ടോ, RBI. ഓക്കെ, RBI ഈസ് പ്ലാനിങ് സെറ്റപ്പ് ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി. ഒക്കെ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി ആരാണ് പ്ലാൻ ചെയ്ത്? RBI ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി എന്താണ് ഇത് ഒരു ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസിയുടെ എയിം എന്താണെന്ന് ചോദിക്കാം. എന്താണ് അത്? ടു ചെക്ക് ഇല്ലീഗൽ ആപ്സ്. ഓക്കെ, ഇല്ലീഗൽ ആയിട്ടുള്ള ഈ മണി എന്താണ് ലോൺ കൊടുക്കുന്ന അങ്ങനെ എന്താണ് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ നമ്മൾ ഒത്തിരി കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ആപ്പുകൾക്കെതിരെ എന്താണ് ഒരു ആൻറ്റി കറപ്ഷൻ പോലെ അല്ലെങ്കിൽ ആൻറ്റി എന്താണ് അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് RBI ലോഞ്ച് ചെയ്താണത് ഇല്ലീഗൽ ആപ്പ് സിസ്റ്റം. അതിൻ്റെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത്. അടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രൊജക്ട് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ ഹിമാചൽ പ്രദേശ്. ഞാൻ പ്രത്യേകം പറയാറുണ്ട് എന്താണ് ഈ ഫസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ലാർജസ്റ്റ് അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യാസ് ആദ്യത്തെ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രൊജക്ട് എവിടെയാണ് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? അത് ഹിമാചൽ പ്രദേശിലാണത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് സേല ടണൽ ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ പുതിയൊരു ടണലാണ്. അപ്പോൾ എവിടെ സിറ്റുവേറ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, ആസാമും അരുണാചൽ പ്രദേശും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാട്ടോ ആസാം. ഓക്കെ, ഫ്രം ആസാമിലെ ഗുവാഹട്ടി ടു അരുണാചൽ പ്രദേശ് എന്താണ് കളക്ട് ചെയ്യുന്ന ഒരു ടണലാണെന്ത് ഈ സേല ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ എന്താണ് സ്റ്റേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സേല ടണൽ കണക്ട്സ് ആസാം ടു അരുണാചൽ പ്രദേശ് എന്ന് പ്രത്യേകം പഠിച്ചു നോക്കുക. അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു സ്പോർട്സ് ഇവന്റ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണിത് നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ USA ആരാണ് വോൺ ചെയ്തത്? നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് വോൺ ചെയ്ത് USA ആണ്. USA ഹാസ് വോൺ ദ മോസ്റ്റ് മെഡൽസ് അറ്റ് 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ എന്താണ് മെഡൽ വോൺ ചെയ്ത് USA ആണ്. എത്രയാണ്? 40 ഗോൾഡ്, 44 സിൽവർ ആൻഡ് 42 ബ്രോൺസ്. ടോട്ടൽ 126 മെഡലാണ് ഇവർ വോൺ ചെയ്ത്. ഇനി സെക്കൻഡ് ആരാ എത്തിയത്? സെക്കൻഡ് ചൈന ആണ്. സെക്കൻഡ് നോക്കിയേ ഗോൾഡ് സെയിം ആണല്ലേ, ഗോൾഡ് സെയിം ആണ് അല്ലേ. പക്ഷേ എന്താണ് സിൽവർ കൂടുതൽ ആർക്കാണ്? സിൽവർ കൂടുതൽ USAക്കാണ്. അതുകൊണ്ടാണ് USA വോൺ ചെയ്യാൻ കാരണം. അതുപോലെ ടോട്ടൽ മെഡൽസിന്റെ എണ്ണം നോക്കുവാണെങ്കിലും 126 മെഡൽസ് ആർക്കുണ്ട്? അത് USA-ക്ക് ഉണ്ട്. ചൈനയ്ക്ക് എന്താണ്? ചൈനയ്ക്ക് 91 മെഡൽസ് മാത്രമാണ് ചൈനയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഗോൾഡിന്റെ എണ്ണം ഒന്ന് നോട്ട്, അല്ലെങ്കിൽ ടോട്ടൽ മെഡൽസിന്റെ എണ്ണം 126 മെഡൽ എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ചോദിക്കാം. ഓക്കെ, 126 USA, 91 ചൈന. ഇനി ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇന്ത്യക്ക് എത്രാമത്തെ പൊസിഷൻ ആയിരുന്നു? ഓക്കെ, ഇന്ത്യ ടോട്ടൽ കൺട്രീസിൽ 71ാമത്തെ, എത്രയാണ്? 71st പൊസിഷൻ ആണെന്ത് ഇന്ത്യ അറ്റൻഡ് ചെയ്ത് കേട്ടോ. ഇന്ത്യ അറ്റൻഡ് 71st പൊസിഷൻ. ഓക്കെ, 71ാമത്തെ സ്ഥാനമാണെന്ത് ഇന്ത്യക്ക് ലഭിച്ചത്. ഇനി നമുക്ക് ഇന്ത്യയിലെ മെഡൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ആരാണ് എന്തൊക്കെ നോക്കാം. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് സിൽവർ അല്ലേ, ഒരു സിൽവർ ഉണ്ടായിരുന്നു. സിൽവർ മെഡലിസ്റ്റ് അല്ലേ. സിൽവർ മെഡലിസ്റ്റ് നീരജ് ചോപ്ര. എത്ര മീറ്റർ ആയിരുന്നു അതായത് റെക്കോർഡ്? 89.45. ഓക്കെ, 89.89.45. ഇത് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ എത്ര മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞ് ചോദിക്കുക. എത്രയാണ്? 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞത്. ഇനി വേൾഡ് റെക്കോർഡായ അർഷാദ് നദീം, ഓക്കെ, പാകിസ്ഥാന്റെ അർഷാദ് നദീം എത്ര മീറ്റർ ആണ് എറിഞ്ഞത്? 92.97, അപ്രോക്സിമേറ്റ്ലി 93 മീറ്റർ വരും. 92.97 മീറ്റർ ആണെന്ത് അദ്ദേഹം അർഷാദ് നദീം എറിഞ്ഞ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ് ചോദിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി സ്വപ്നിൽ ഗുസാലെ ഷൂട്ടറാണ്. മനു ഭാങ്കർ ഷൂട്ടറാണ്. ജറബ്ജിത് സിംഗ്, ഓക്കെ, ഷൂട്ടറാണ്. അതുപോലെ ഇന്ത്യൻ ഹോക്കി ടീമും. ഓക്കെ, അതുപോലെ മനു ഭാങ്കർ എന്താണ്? ഫസ്റ്റ് വുമൺ ടു വിൻ എ മെഡൽ. ഓക്കെ, മെഡൽ, ഒളിമ്പിക് മെഡൽ ഇൻ ഷൂട്ടിംഗ്. ഓക്കെ, ഫസ്റ്റ് വുമൺ ടു വിൻ ഒളിമ്പിക് മെഡൽ ഇൻ ഷൂട്ടിംഗ് ആരാണ്? അത് മനു ഭാഗറാണ്. മനു ഭാഗർ. അതുപോലെ മിക്സ്ഡ് ഇവന്റിൽ ആർക്കാണ്? മിക്സ്ഡ് ഇവന്റിൽ മനു ഭാഗറിനും ജറബ് സിംഗിനും എന്താണ് മിക്സ്ഡ് ഇവന്റിൽ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്വപ്നിൽ ഗുസാലയ്ക്ക് എന്താണ് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീമിന് എന്താണ്? ഇന്ത്യൻ ഹോക്കി ടീമിനും സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ടോപ്പ് ആയതാരാണ്? ടോപ്പ് അല്ലെങ്കിൽ വോൺ ചെയ്താരാണ്? വോൺ ചെയ്ത് നെതർലാൻഡ്സ് ആട്ടോ. നെതർലാൻഡ്സ് എന്താണ്? നെതർലാൻഡ്സ് ജർമ്മനിനെ ബീറ്റുകൊണ്ട് നെതർലാൻഡ്സ് ആണ് നമ്മുടെ 2024 ഒളിമ്പിക്സിൽ ഹോക്കിയിൽ കപ്പടിച്ചത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 5 + 1 6 മെഡൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇത് രണ്ടും മിക്സ്ഡ് ഇവന്റ്സ് ആട്ടോ. ഓക്കെ, മനു ഭാങ്കറിന്റെയും ജറബ് സിംഗിന്റെയും ഒരു മിക്സ്ഡ് ഇവന്റ് ഉണ്ട്. ഇനി മനു ഭാങ്കറിന്റെ സെപ്പറേറ്റ് ഒരു ഇവന്റ് ഉണ്ട്. അങ്ങനെ ടോട്ടലാണ് 6 മെഡൽസ് ആണ് നമുക്ക് കിട്ടിയത്. 5 സിൽവറും 5 ബ്രോൺസും 1 സിൽവറുമാണ് നമുക്ക് ലഭിച്ചത്. സിൽവർ നീരജ് ചോപ്ര, പിന്നെ 1, 2, 3, 4 അതുപോലെ മിക്സ്ഡ് ആയിട്ടൊരു ഇവന്റ്. അങ്ങനെ ടോട്ടൽ 6 മെഡൽസ് ആണെന്ത്. ഓക്കെ, 6 മെഡൽസ്, ടോട്ടൽ 6 മെഡൽസ് ആണെന്ത് ഇന്ത്യക്ക് ലഭിച്ചത്. അതിനകത്ത് എന്താണ്? 1 സിൽവറും അതുപോലെ 5 ബ്രോൺസും ആണ് ലഭിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം, നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് വിംബിൾഡൺ 2024. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്ട് ഇവന്റ് ആണ് വിംബിൾഡൺ 2024 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വോൺ ചെയ്ത് ആരാണ്? ഓക്കെ, കാർലോസ് അൽക്കറാസ് ആണ് വിംബിൾഡൺ വോൺ ചെയ്ത് കേട്ടോ. വിംബിൾഡൺ നമ്മൾ നേരത്തെ ജാനിക് സിന്നർ പഠിച്ചായിരുന്നു. മിയാമി ഓപ്പൺ, അതുപോലെ ഓസ്ട്രേലിയ ഓപ്പൺ, US ഓപ്പൺ ഒക്കെ ജാനിക് സിന്നർ ആണ് വോൺ ചെയ്ത് പഠിച്ചായിരുന്നു. വിംബിൾഡൺ, ഓക്കെ, വിംബിൾഡൺ ആരാ വോൺ ചെയ്തത്? വിംബിൾഡൺ വോൺ ബൈ കാർലോസ് അൽക്കറാസ്. ഇനി വിംബിൾഡൺ മാത്രമല്ല, ഫ്രഞ്ച് ഓപ്പണും ആരാണ്? ഫ്രഞ്ച് ഓപ്പണും കാർലോസ് അൽക്കറാസ് ആണ് വോൺ ചെയ്തത്. പിന്നെ കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ വിംബിൾഡൺ പ്ലേ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് കോർട്ടിലാണ്? ഹാർഡ് കോർട്ടാണോ ഗ്രാസ് കോർട്ടാണോ ചോദിക്കാറുണ്ട്. അത് ഗ്രാസ് കോർട്ട് അല്ലേ. വിംബിൾഡൺ എന്ന് പറയുന്നത് ഗ്രാസ് കോർട്ടിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നിടയ്ക്ക് എന്താണ് ചോദ്യങ്ങൾ സ്ട്രാറ്റജി ചെയ്യുന്ന ഭാഗത്ത് കാണാറുണ്ട്. ഇനി അതിൻ്റെ വിമൺസ് കാറ്റഗറി ആരാണ്? ബർബോറോ ക്രജിസ്കോവയാണെന്ത് അതിൻ്റെ വിമൺസ് കാറ്റഗറിയിൽ വോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ ആദ്യമേ ജാനിക് സിന്നർ പഠിച്ചായിരുന്നു. US ഓപ്പൺ, മിയാമി ആൻഡ് ഓസ്ട്രേലിയ ഓപ്പൺ. 3 ആരാണ്? ജാനിക് സിന്നർ ആണ്. അതുപോലെ ഇവിടെ വിംബിൾഡൺ ആരൊക്കെയാണ്? വിംബിൾഡനും അതുപോലെ ഫ്രഞ്ച് ഓപ്പണും കാർലോസ് അൽക്കറാസ് ആണ് വോൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിമൺസും ആരാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ.
അടുത്താണ് ചൈന ഹാസ് വോൺ ദ ഊബർ കപ്പ് ആൻഡ് തോമസ് കപ്പ് ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് ഇന്തോനേഷ്യ. ഇതും എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്റ്റാറ്റിക് ആയിട്ട് കാണാറുണ്ട്. ഊബർ കപ്പ് അല്ലെങ്കിൽ തോമസ് കപ്പ് ഒക്കെ ഏത് സ്പോർട്ട് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഊബർ കപ്പ് ഏതാണ്? ഊബർ കപ്പും അതുപോലെ തോമസ് കപ്പും ഏതാണ്? അത് ബാഡ്മിന്റൺ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഊബർ കപ്പ് എന്ന് വെച്ചാൽ വുമൺസിൻ്റെ ആട്ടോ, വുമൺസ്. ഓക്കെ, വുമൺസ് ബാഡ്മിന്റൺ ആണ്, വുമൺസ്. അതുപോലെ തോമസ് കപ്പ് എന്ന് വെച്ചാൽ മെൻസ് ബാഡ്മിന്റൺ ആണ്. ഓക്കെ, തോമസ് കപ്പ് മെൻസ് ബാഡ്മിന്റൺ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ആരാണ് വോൺ ചെയ്തത്? രണ്ടും ഒരാളാണ് വോൺ ചെയ്തത്. പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ആരാണ്? ചൈനയാണെന്ത് ഊബർ കപ്പും തോമസ് കപ്പും വോൺ ചെയ്ത് ആരെ ബീറ്റ് ചെയ്തു? ഇന്തോനേഷ്യനെ ബീറ്റ് ചെയ്തുകൊണ്ട് രണ്ടും വോൺ ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ഇത് കണ്ടക്ട് ചെയ്ത് ഈ ഊബർ കപ്പും തോമസ് കപ്പും കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? അത് ഇന്തോനേഷ്യയിലാണെന്ന് ഒന്ന് ജസ്റ്റ് പഠിച്ച് വെക്കുക. അതുപോലെ ലീ സിജിയ ഹാസ് വോൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് തായ്ലൻഡ് ഓപ്പൺ. ഓക്കെ, തായ്ലൻഡ് ഓപ്പണിൽ ആരാണ് വിജയിച്ചെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ലീ സിജിയ ആണത് തായ്ലൻഡ് ഓപ്പൺ വോൺ ചെയ്തിരിക്കുന്നത്. അതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. സ്പെയിൻ ഹാസ് വോൺ ദ UEFA യൂറോ കപ്പ് 2024 ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് ഇംഗ്ലണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻ്റ് ആണിത് UEFA യൂറോ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടീമാണ് ഇത് വോൺ ചെയ്ത്? സ്പെയിൻ ആണിത് ഈ ഒരു ലീഗ് അല്ലെങ്കിൽ ഒരു കപ്പ് വോൺ ചെയ്തിരിക്കുന്നത് ബൈ ഡിഫീറ്റിംഗ്. ആര് ഡിഫീറ്റ് ചെയ്തു? ഇംഗ്ലണ്ടിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് യൂറോ കപ്പ് 2024 കരസ്ഥമാക്കിയിരിക്കുന്നത് സ്പെയിൻ ആണ്. സ്പെയിൻ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് സ്പോർട്സ് ഫാക്ടർ എല്ലാം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത IPL 2024. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൽ ചോദിക്കാൻ സാധ്യത ഒരു എന്താണ് ചോദ്യമാണ് IPL എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, IPL 2024 ആരാണ്? 17th എഡിഷൻ. 18th എഡിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കറണ്ടിൽ എന്താണ്? അതിൻ്റെ അവസാനം ആയിട്ടില്ല. അപ്പോൾ 2020 കറണ്ട് അഫയേഴ്സിലാണ് അത് വരുള്ളൂ. 2024 കറണ്ട് അഫയേഴ്സ് അല്ല. അപ്പോൾ 17th എഡിഷൻ ഹാസ് വോൺ ബൈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആരാണ്? KKR ആണത് 17ാമത്തെ എഡിഷൻ വോൺ ചെയ്തിരിക്കുന്നത്. ആരാണ് ക്യാപ്റ്റൻ? ശ്രേയസ് അയ്യർ ആട്ടോ. ശ്രേയസ് അയ്യർ ആണത് നമ്മൾ KKRന്റെ ക്യാപ്റ്റൻ. കറണ്ടിൽ എന്താണ്? അദ്ദേഹം പഞ്ചാബിന്റെ ക്യാപ്റ്റനാണ്. പക്ഷേ ഇപ്പം എന്താണ്? സോറി, ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്ലെങ്കിൽ KKRന്റെ KKRന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ശ്രേയസ് അയ്യർ എന്ന് പറയുന്നത്. ഇനി ആരാ ഡിഫീറ്റ് ചെയ്ത് റണ്ണേഴ്സ് അപ്പ് ആയത്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണത് റണ്ണേഴ്സ് അപ്പ് ആയി മാറി കേട്ടോ. ഓക്കെ, സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതുപോലെ ഓറഞ്ച് ക്യാപ്പ് എന്ന് വെച്ചാൽ മോസ്റ്റ് റൺസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന വ്യക്തിക്കാണിത് നമ്മൾ ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത്. ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണിത് ഓറഞ്ച് ക്യാപ്പ്. 741 റൺസാണ് ലഭിച്ചത്. അതുപോലെ പർപ്പിൾ ക്യാപ്പ്. പർപ്പിൾ ക്യാപ്പ് ഹർഷൽ പട്ടേലാണ്. 24 വിക്കറ്റ്സ്. 24 പർപ്പിൾ ക്യാപ്പ് മോസ്റ്റ് വിക്കറ്റ്സ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് പർപ്പിൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ഹർഷൽ പട്ടേലിനാണ് കഴിഞ്ഞ തവണത്തെ പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് വിരാട് കോഹ്ലിക്കാണ്. 741 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. അതുപോലെ പർപ്പിൾ ക്യാപ്പ് ലഭിച്ച ഹർഷൽ പട്ടേൽ 24 വിക്കറ്റ്സ് ആണ് എടുത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദിക്കാം, എല്ലാം സാധ്യതയുണ്ട്. ആരാണ് വോൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ആരാണ് പർപ്പിൾ ക്യാപ്പ്, അല്ലെങ്കിൽ ആരാണ് ഓറഞ്ച് ക്യാപ്പ്, എല്ലാ കാര്യങ്ങളും എന്താണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അതുപോലെ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഓപ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. IPL എന്താണ് ഏറ്റവും കൂടുതൽ വിറ്റ മീൻസ് ഒരാൾ മേടിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഋഷഭ് പന്താണ്. 27 കോടിക്കാണത്. 27 crore. 27 crore ഋഷഭ് പന്തിനെ ഇത്തവണ ലക്നൗ സൂപ്പർ ജയൻസ് ബിഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു എന്താണ് ഒരു റെക്കോർഡാണ്. അപ്പോൾ അത് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ 2024 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഈ ബിഡിങ് ഓപ്ഷൻ ഒക്കെ നടന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നു. ഋഷഭ് പന്ത് കേട്ടോ, ഋഷഭ് പന്ത്. ഓക്കെ, ഋഷഭ് പന്ത്. അടുത്ത മഹാരാഷ്ട്ര സ്റ്റേറ്റ് വോൺ ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് ഫോർ 2025. എല്ലാ വർഷവും എന്താണ് ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ 2024 ദ ബെസ്റ്റ് സ്റ്റേറ്റ് ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചവർക്കാണ്. അത് മഹാരാഷ്ട്രക്കാണ്. മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വാൽഡീസി ഉർഗേസ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇന്റർപോൾ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒക്കെ എന്താണ് ഹെഡ് ആരാണെന്ന് പറഞ്ഞ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇന്റർപോൾ എന്നാണ് ഫോം ചെയ്തത്? ഇന്റർപോൾ ഫോംഡ് ഓൺ 1923. 1923 ഇന്റർപോൾ ഫോം ചെയ്ത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പഠിച്ചു നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഫ്രാൻസിലാട്ടോ. ഫ്രാൻസിലെ ലയോണിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുതിയ എന്താണ് സെക്രട്ടറി ജനറൽ ആയിട്ട് ഇന്റർപോളിന്റെ വാൽഡേസി ഉർഗേസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാം. അത് അഹമ്മദ് നാസർ ആണ്. പ്രസിഡന്റ്. അഹമ്മദ് നാസർ അലി. അഹമ്മദ് നാസർ അലി ആണെന്ത് ഈ ഇന്റർപോളിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അടുത്ത സഞ്ജീവ് ഖന്ന ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ
ഫസ്റ്റ് അല്ല, സോറി 51st. ഓക്കെ, സഞ്ജീവ് ഖന്ന ഹാസ് ബീൻ അപ്പോയിന്റ് ആസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. റീസെന്റ് നടന്നൊരു അപ്പോയിന്റ്മെന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ ഈ ഒരു മെയ് ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് അതായത് റീപ്ലേസ് ചെയ്ത് BR ഗവായ് എന്താണ് BR ഗവായ് റീപ്ലേസ് ചെയ്യും. 2025 പക്ഷേ ആസ് പെർ 2024 എന്താണ് ആരാണ് മാറി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജീവ് ഖന്നയാണ്. 2024 2025 തുടക്കത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ 2025 എന്താണ് ലാസ്റ്റൊക്കെയുള്ള കോമ്പറ്റീവ് എക്സാംസ് 2025 ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സഞ്ജീവ് ഖന്ന എന്താണ് 51ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഈ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും മാറി BR ഗവായ് ആണ് പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ICC മെൻസ് T20 വേൾഡ് കപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിമൻസ് T20 വേൾഡ് കപ്പ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ICC മെൻസ് T20 വേൾഡ് കപ്പ് എന്നും പറയുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യ വോൺ ചെയ്ത ഇവൻ്റ് അല്ലേ. നമ്മൾ 2007 ഇതിനു മുമ്പ് നമുക്ക് 2007 നമ്മുടെ ഫസ്റ്റ് T20 വേൾഡ് കപ്പ് നമ്മൾ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് നമ്മൾ 2024 നമ്മൾ അടുത്ത T20 വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്. ഇനി എവിടേക്കാണ് നടന്നത്? ഹോസ്റ്റ് USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ, USA-ലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചാണ് ഈ ഇവന്റ് കണ്ടക്ട് ചെയ്ത്. ആരാണ് വോൺ ചെയ്ത് ഓൾറെഡി പറഞ്ഞു, ഇന്ത്യ വോൺ ചെയ്തു. ഇനി ആരാണ്? സൗത്ത് ആഫ്രിക്ക അല്ലേ. ഓക്കെ, എപ്പോഴും എന്താണ് നിർഭാഗ്യം മാത്രമുള്ള സൗത്ത് ആഫ്രിക്ക ആണിത് സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് മാറിയത്. ഇനി പ്ലെയർ ഓഫ് സീരീസ് ആരായിരുന്നു? നമ്മുടെ ജസ്പ്രീത് ബുംറ ആയിരുന്നു നമ്മുടെ പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് ആര് സ്വന്തമാക്കി? അത് റഹ്മാനുള്ള ഗുർബാസ്. ഓക്കെ, റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ പ്ലെയർ ആണ്. അഫ്ഗാനിസ്ഥാൻ പ്ലെയർ ആണ്. ഐ തിങ്ക് 241 റൺസ് അങ്ങോട്ടാണ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നത്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് ആരാണെന്ന് വെച്ചാൽ അത് ഫസൽ ഹഖ് ഫറൂഖ്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ പ്ലെയർ ആണ്. ആൻഡ് അർഷദീപ് സിംഗ്. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ICC T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് 18 വിക്കറ്റ്സ് ആണ്. ഓക്കെ, 18 വിക്കറ്റ്സ് 18. ഓക്കെ, 18 വിക്കറ്റ്സ് സ്വന്തമാക്കിയത് ഇവർ രണ്ടുപേരായിരുന്നു. അതുപോലെ പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് വിരാട് കോഹ്ലിയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് POM അത് വിരാട് കോഹ്ലി ആയിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഏകദേശം 76 റൺസ് സ്കോർ ചെയ്ത് വിരാട് കോഹ്ലി ആയിരുന്നു മോസ്റ്റ് റൺസ് സ്കോർ ചെയ്തു. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പ്ലെയർ ഓഫ് സീരീസ് ആയതാരാണ്? ഓക്കെ, ബുംറയാണ്. അതുപോലെ മോസ്റ്റ് റൺസ് അഫ്ഗാനിസ്ഥാൻ പ്ലെയറായ ഗുർബാസ്, അല്ലെങ്കിൽ മോസ്റ്റ് വിക്കറ്റ്സ് എന്താണ് അർഷദീപ് സിംഗ് ആൻഡ് ഫസൽ ഹഖ് ഫറൂഖ് ആണെന്നും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ച് വെക്കുക. ഓക്കെ, അതുപോലെ ഹോസ്റ്റ് ചെയ്ത സ്ഥലങ്ങൾ ചോദിക്കാം. 2024 ഹോസ്റ്റ് USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ആണെന്നും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത നമ്മുടെ ICC T20 വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആരായിരുന്നു? അത് യുവരാജ് സിംഗ് ഹാസ് ബീൻ നെയിംഡ് ആസ് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024 അംബാസിഡർ. അതും ഒന്ന് പഠിച്ചു നോക്കട്ടെ. ആരായിരുന്നു 2024 മെൻസ് T20 വേൾഡ് കപ്പിന്റെ അംബാസിഡർ എന്ന് വെച്ചാൽ അത് യുവരാജ് സിംഗ് ആണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത രോഹിത് ശർമ്മ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഹിറ്റ് 500 T20 സിക്സസ്. അതായത് T20 ചരിത്രത്തിൽ ആദ്യമായിട്ട് 500 സിക്സസ് ഹിറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരായി മാറിയതാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൈൽ സ്റ്റോൺ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. നെക്സ്റ്റ്, സ്പെയിൻ ഹാസ് വോൺ ദ 2023-2024 UFA വുമൺസ് നേഷൻസ് ലീഗ്. ഓക്കെ, നമ്മൾ നേരത്തെ സ്പെയിൻ വേറെ കണ്ടായിരുന്നു UFA ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ്. ഇതെന്താണ്? ഇത് 2023-2024 UFA വുമൺസ് നേഷൻസ് ലീഗും ആരാണ് വോൺ ചെയ്ത്? അതും വോൺ ചെയ്തിരിക്കുന്നത് സ്പെയിൻ തന്നെയാണ്. പഠിച്ചു നോക്കുക. അപ്പോൾ 2 പഠിച്ചു. ഓക്കെ, രണ്ടും UFA വോൺ ചെയ്ത് സ്പെയിൻ ആണെന്ന് ഡയറക്റ്റ്ലി എന്താണ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, UFA വുമൺസ് നേഷൻസ് ലീഗും അതുപോലെ UFA മെൻസിന്റെ ആരാണ്? അതും എന്താണ് രണ്ടും സ്പെയിൻ ആണ് വോൺ ചെയ്തിരിക്കുന്നത്. അടുത്ത അലോക് ശുക്ല വോൺ പ്രസ്റ്റീജിയസ് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് അല്ലെ, അവാർഡ്സ് ആണ്. ആരാണ്? അലോക് ശുക്ല. ഓക്കെ, അലോക് ശുക്ല ഹാസ് വോൺ ദ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024. ഓക്കെ, ഇടയ്ക്ക് കാണാറുണ്ട് അവാർഡ്സ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സിലൊക്കെ എന്താണ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള അവാർഡാണ് ദ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചോദിക്കാം. ഓക്കെ, അലോക് ശുക്ലയാണ് ഈ ഒരു പ്രൈസ്, ഈ ഒരു അവാർഡ് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. നമ്മൾ നേരത്തെ ഏഷ്യ കപ്പ് പറഞ്ഞായിരുന്നു, അത് ബംഗ്ലാദേശ് വോൺ ചെയ്യുന്നു നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ അണ്ടർ-9 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരാണ് വോൺ ചെയ്ത്? അത് ഓസ്ട്രേലിയ ആണ് വോൺ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓസ്ട്രേലിയ ഹാസ് വോൺ ദ അണ്ടർ-19 വേൾഡ് കപ്പ് ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യനാണ് ഇവർ തോൽപ്പിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ അണ്ടർ-19 ഏഷ്യ കപ്പും അതുപോലെ അണ്ടർ-19 വേൾഡ് കപ്പും എന്താണ് നമ്മൾ ഡിഫീറ്റഡ് ആയിട്ടുണ്ട്. വോൺ ചെയ്ത ആരാണ്?
അണ്ടർ 19 വേൾഡ് കപ്പ് ഓസ്ട്രേലിയ, അണ്ടർ 19 ഏഷ്യ കപ്പ് ബംഗ്ലാദേശ്. ഇത് എവിടെ വെച്ചാണ് നടന്നത്? ഹെൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എവിടെ വെച്ച് നടന്നുള്ളത് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക വെച്ചാണ് ഈ ഒരു ഇവന്റ് നടന്നിട്ടുള്ളത്. അതും എന്താണ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ബുക്കർ പ്രൈസ് 2024. ഓക്കെ, ബുക്കർ പ്രൈസും ഉണ്ട്, അതുപോലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് വെച്ചാൽ ഏതൊരു ലാംഗ്വേജിലും എഴുതിയാൽ എന്താണ് അവാർഡ് കൊടുക്കുന്നതാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രം എഴുതാനാണ് നമ്മൾ ബുക്കർ പ്രൈസ് അവാർഡ് കൊടുക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബുക്കർ പ്രൈസ് 2024 ആർക്കാ കിട്ടിയത്? അത് സമാന്ത ഹാർവേ. ഓക്കെ, സമാന്ത ഹാർവേ ഫോർ ഹെർ ബുക്ക് ഓർബിറ്റൽ. ഓക്കെ, ഏത് ബുക്കിനാണ്? ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് ഇത് സമാന്ത ഹാർവേക്ക് 2024 അവാർഡ് ലഭിച്ചത്. ഇനി ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ആർക്കാ ലഭിച്ചത്? അത് ജെന്നി എയർപെൻബർഗ്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക, ജെന്നി എയർപെൻബർഗ് ആണ് ഇത് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ചത്. ഇനി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഓക്കെ, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാന്ന് ചോദിക്കാം. അത് മൈക്കിൾ ഹോഫ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണിത് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇനി ഏത് ബുക്കിനാന്ന് വെച്ചാൽ അത് കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാണ്. KAIROS. ഓക്കെ, കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാണ് ഇത് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ചത്. അത് ലഭിച്ച വ്യക്തിയുടെ പേര് ജെന്നി എയർപെൻബെക്ക്. ഇനി അത് മാത്രമല്ല, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് മൈക്കിൾ ഹോഫ്മാൻ ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയ ബുക്ക് കൈറോസ് ആണ്. ബുക്ക് പ്രൈസ് മാത്രം കിട്ടിയതാണ് അത് ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കാണെന്നും പഠിച്ചു വെക്കുക. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ ബുക്ക് പ്രൈസ് ആരാണെന്ന് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അടുത്ത റോഡ്രി ആൻഡ് ഐറ്റാന ബോൺമാറ്റി ഹാസ് വോൺ ദ മെൻസ് ബാലൻ ഡിയോർ അവാർഡ് ഇൻ 2024. ബാലൻ ഡിയോർ. ഓക്കെ, രണ്ടും സ്പെയിൻ പ്ലെയേഴ്സ് ആണ്. അപ്പം റോഡ്രിക്കും ഐറ്റാന ബോൺമാറ്റിക്കും ആണ് രണ്ടുപേർക്കും എന്താണ് മെൻസ് ആൻഡ് വുമൻസ് ഉണ്ട് കേട്ടോ. സോറി, മെൻസ് ആൻഡ് വുമൻസ് ബാലൻ ഡിയോർ അവാർഡ് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി ഹർമൻപ്രീത് സിംഗ് ഹാസ് നെയിംഡ് ആസ് ദ പ്ലെയർ ഓഫ് ദ ഇയർ. ഓക്കെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേരത്തെ എന്താണ് പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് ആരാണ് യൂസ് ചെയ്തത്? അത് ഹർമൻപ്രീത് സിംഗിനെയാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ ഹോക്കി ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഹർമൻപ്രീത് സിംഗിനാണ്. അതുപോലെ ബെസ്റ്റ് ഗോൾ കീപ്പർ നമ്മുടെ PR ശ്രീജേഷിനാണ് നമ്മുടെ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡും ലഭിച്ചിട്ടുള്ളത് കേട്ടോ. PR ശ്രീജേഷിനാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടൊന്ന് പഠിച്ചു വെക്കുക. പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് നമ്മുടെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗിനാണ്. അതുപോലെ ഗോൾ കീപ്പർ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ലഭിച്ചത് PR ശ്രീജേഷിനാണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഖോ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഖോ ചാമ്പ്യൻ നമ്മുടെ മഹാരാഷ്ട്ര ആണത്. മഹാരാഷ്ട്ര ഹാസ് വോൺ ദ നാഷണൽ ഖോ ചാമ്പ്യൻ ഇൻ 2023-2024. ഓക്കെ, ഏതാണ്? മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്ര മെൻസ് ആൻഡ് വുമൻസ് രണ്ടും വോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ എളുപ്പമായി അല്ലേ? നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. രണ്ടെണ്ണം ഒരുപോലെ വരുന്നത്. ഇന്ത്യ നമ്മുടെ ജൂനിയർ ഏഷ്യ ഹോക്കി ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്തു. ചൈന ഊബർ കപ്പ്, തോമസ് കപ്പ് ഒരുമിച്ച് വോൺ ചെയ്തു. സ്പെയിൻ UAF രണ്ടും വോൺ ചെയ്തു. അതുപോലെ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണത് മഹാരാഷ്ട്ര മെൻസ് ആൻഡ് വുമൻസ് രണ്ടിൻ്റെയും ഖോ ചാമ്പ്യൻസ് ആയിട്ട് മഹാരാഷ്ട്ര മാറിയിട്ടുണ്ട്. 2023-24 എഡിഷൻ ആണ്. അപ്പോൾ 24 കംപ്ലീറ്റ് ആയി വരുന്നത്. അതുകൊണ്ടാണ് ഖോ ചാമ്പ്യൻ മഹാരാഷ്ട്ര കേട്ടോ. ഖോ ചാമ്പ്യൻസ് മഹാരാഷ്ട്ര. അടുത്ത 24th IAFA അവാർഡ്സ്. ഓക്കെ, എവിടെ വെച്ച് കണ്ടക്ട് ചെയ്ത്? അബുദാബിയിൽ വെച്ചാണ് 24th IAFA അവാർഡ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അവിടെയാണ് അബുദാബി. ഇനി ബെസ്റ്റ് ഫിലിം. ഓക്കെ, ഏതാണ് ബെസ്റ്റ് ഫിലിം? ആനിമൽ എന്ന് പറയുന്ന മൂവിയാണ് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത്. ഓക്കെ, രൺബീർ കപൂറൊക്കെ അഭിനയിച്ച ആനിമൽ. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ ആണ് വിനോദ് ചോപ്രയാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഏതാണ്? നമ്മുടെ 12th ഫെയിൽ കേട്ടോ. മൂവി 12th ഫെയിൽ. 12th ഫെയിൽ എന്ന് പറയുന്ന മൂവിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് വിനോദ് ചോപ്രയ്ക്കാണ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് ആക്ടർ ആണ് ബെസ്റ്റ് ആക്ടർ ഷാറൂഖ് ഖാൻ. ഓക്കെ, ബെസ്റ്റ് ആക്ടർ ഷാറൂഖ് ഖാൻ. ഓക്കെ, അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജി ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റാണി മുഖർജി. അടുത്ത് 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? ഗോവ. ഓക്കെ, ഗോവയിലാണ് 55ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു? 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തെന്ന് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് അത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഗോവയിലാണ്. ഇനി ഗോൾഡൻ പീക്കോക്ക്. ഈ ഗോൾഡൻ പീക്കോക്ക് അവാർഡ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫിലിമിന് കൊടുക്കുന്ന അവാർഡ് എന്ന് പറയുന്ന പേരാണ് ഗോൾഡൻ പീക്കോക്ക് അവാർഡ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ പീക്കോക്ക് അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് ടോക്സിക്. ഓക്കെ, ടോക്സിക് മൂവിക്കാണ് ഗോൾഡൻ പീക്കോക്ക് അവാർഡ്
ലഭിച്ചിരിക്കുന്നത്. അടുത്ത ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? അത് ബോഡ്ഗാൻ മുരാസാൻ. ഓക്കെ, ബോഡ്ഗാൻ മുരാസാൻ ആണ് ഇത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ആക്ടർ ആരാണ്? അത് ക്ലെമൻ ഫാവറോ ആണ് ഇത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? ബെസ്റ്റ് ആക്ട്രസ് ബെസ്റ്റ് മാറ്റുലിറ്റി ആൻഡ് വിൽമ റൗബാട്ടി. ഓക്കെ, രണ്ടുപേരുടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ അത്ര കേട്ട് ഫെമിലിയർ അല്ലാത്തൊരു ഏരിയാസ് ആണിത് ഈ കാണുന്ന പേരുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പേരുകൾ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ്, ബെസ്റ്റ് ആക്ടർ, അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് തുടങ്ങിയ എല്ലാ അവാർഡ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത് നമുക്ക് പാർട്ട് 3 ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസും അതുപോലെ എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പാർട്ട് ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.